തിരുവനന്തപുരത്ത് നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് വീണ്ടും പറന്നുയർന്നു. അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശിയായ ഐസക്കിന്റെ ഹൃദയവുമായാണ് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പറന്നുയർന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28 വയസ്സുകാരാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അമൽ തേനംപറമ്പിലുണ്ട്. അമൽ, ഹൃദയമായുള്ള യാത്ര, ഇത്തരം യാത്രകൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി അവയവദാനത്തിന്റെയും അവയവമാറ്റത്തിന്റെയും ജീവൻ രക്ഷയുടെയും ഒക്കെ സാഹചര്യം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഡോക്ടർമാരും ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഈ ദൗത്യം? രതീഷ, അല്പസമയത്തിനകം നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്തുകൂടി ഹൃദയവുമായി ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങും. ഡോക്ടർമാരുടെ സംഘത്തിന് പോകാൻ ആംബുലൻസ് അടക്കം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ആംബുലൻസ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കും. അവിടെ നിന്നുമാണ് എയർ ആംബുലൻസിൽ ഈ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക. കൊച്ചിയിൽ ഹയാത്ത് റെസിഡൻസിൽ ഈ ഹെലികോപ്റ്റർ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും എന്തായാലും കിംസിൽ നിന്നും ഈ കുറച്ചധികം ദൂരം ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ അത്രയും ദൂരം പോലീസിൻ്റെ അകമ്പടിയോടെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയായിരിക്കും കൊണ്ടുപോകുക. ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7-ാം തീയതിയാണ് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റ് ഇവിടേക്ക് ഐസക് എന്ന് പറയുന്നൊരു 33-കാരൻ എത്തുന്നത്. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി ഉണ്ടായെങ്കിൽ കൂടി അത് സാധ്യമാകാതെ വന്നതോടെയാണ് ഈ അവയവദാനത്തിനുള്ള സമ്മതം അവർ അറിയിക്കുന്നത്. എന്തായാലും കിഡ്നിയും അതോടൊപ്പം തന്നെ ഹൃദയവും കൊണ്ടുപോകുന്നുണ്ട്. കിഡ്നി കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അതോടൊപ്പം തന്നെ ഹൃദയം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജിൻ ഏലിയാസ് എന്ന് പറയുന്ന ഒരു 28-കാരനുണ്ട്. അങ്കമാലി സ്വദേശിയാണ്. ആ അങ്കമാലി സ്വദേശിക്കാകും ഹൃദയം മാറ്റിവെക്കുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഹൃദയവുമായി ഈ ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. രതീഷ്.